Hi dears, welcome to Easy Literature. നമ്മൾ ഇന്ന് സോ മച്ച് ഹാപ്പിനെസ് എന്ന പോയത്തിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ അപ്രിസിയേഷൻ എഴുതാം. പ്ലസ് വൺ എക്സാമിന് അപ്രിസിയേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. സോ അപ്രിസിയേഷൻ ഏതൊരു പോയം വന്നാലും ഏതൊരു പോയത്തിന്റെ അപ്രിസിയേഷൻ വന്നാലും നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സോ മച്ച് ഹാപ്പിനെസ് എന്ന പോയത്തിന്റെ അപ്രിസിയേഷനിലൂടെ നോക്കാം. ഓക്കെ, സോ അതായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാണ് നമ്മൾ അപ്രിസിയേഷൻ എഴുതുക. ഫസ്റ്റ് വൺ, ടൈറ്റിൽ, then poet, then theme of the poem, then tone of the poem, then mood of the poem, then style of the poem, then poetic devices used in the poem, then the message conveyed by the poet, and what are the values discussed in the poem. ഇത്രയും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ അപ്രിസിയേഷൻ ചെയ്തത്. സോ ഓരോ കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കുക, എന്നിട്ട് അത് സമ്മറി വൈസ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് വി നീഡ് ടൈറ്റിൽ ഓഫ് ദ പോം, സോ മച്ച് ഹാപ്പിനെസ്. അപ്രിസിയേഷൻ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ടൈറ്റിൽ കൊടുക്കണം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോം. പോത്തിന്റെ നെയിം അവിടെ കൊടുക്കണം, ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് സോ മച്ച് ഹാപ്പിനെസ്. ദെൻ റിട്ടൺ ബൈ നവോമി ഷ്യാപ്നെ. ടൈറ്റിൽ, ദെൻ നെയിം ഓഫ് ദ പോയിറ്റ്. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് തീം ഓഫ് ദ പോം. ആ പോയത്തിലെ തീം എന്താണെന്ന് നോക്കാം. ഇവിടെ സോ മച്ച് ഹാപ്പിനെസ്സിലെ തീം എന്താന്ന് വെച്ചാൽ, the central theme of the poem is that true happiness is meant to be shared. When we experience genuine happiness, it naturally spreads to others through our words, actions, and relationships. The poem also reminds us that happiness grows when we share it with the world. യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് അത് ഷെയർ ചെയ്യേണ്ട ഒന്നാണ്. നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ അർത്ഥവും സൗന്ദര്യവും ലഭിക്കുന്നത്. അതായത് നമ്മളുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് നമ്മുടെ സന്തോഷം യഥാർത്ഥമാകുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ തീം ഓഫ് ദ പോം, സോ മച്ച് ഹാപ്പിനെസ്. Then what is the tone of the poem? The tone of the poem is joyful, reflective, hopeful, and the mood of the poem. എന്താണ് പോയത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ? നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് അല്ലെ. സോ പോസിറ്റീവ് ആണ്, പീസ്ഫുൾ ആൻഡ് അപ്ലിഫ്റ്റിംഗ്. നമ്മുടെ വായനക്കാരിൽ അത് സന്തോഷം, സമാധാനം, അതുപോലെ പ്രത്യാശയൊക്കെ നിറഞ്ഞൊരു മാനസികാവസ്ഥയാണ് ഈ ഒരു പോയത്തിലൂടെ കിട്ടുന്നത്. സോ ഇതൊക്കെ നമുക്ക് ഒരുവിധം എല്ലാ പോയത്തിന്റെ ഓരോ ടോണിനനുസരിച്ച് അല്ലെങ്കിൽ മൂഡിനനുസരിച്ച് നമുക്ക് എല്ലാ പോയത്തിന്റെയും അപ്രിസിയേഷനിൽ ചേർക്കാവുന്നതാണ്. പോസിറ്റീവ്, പീസ്ഫുൾ, അപ്ലിഫ്റ്റിംഗ്, അതുപോലെ ജോയ്ഫുൾ ആണ് ടോണ്, റിഫ്ലക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. The poem is written in free verse with no fixed rhyme scheme or regular rhythm. This gives it a natural conversational flow. അതായത് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഫ്രീ വേഴ്സിലാണ്. അതിന് പ്രത്യേകിച്ച് റൈമിങ് സ്കീമോ റെഗുലർ റിതം ഒന്നുമില്ല. വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മീനിങ് ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ള ഒരു പൊയറ്റിക് സ്റ്റൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കോൺവെർസേഷണൽ ഫ്ലോ ഉണ്ട്. ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് എ സിമ്പിൾ, ക്ലിയർ ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്, മേക്കിംഗ് ദ പോം ഈസി ടു അണ്ടർസ്റ്റാൻഡ് വൈൽ കൺവേയിങ് ഡീപ് ഇമോഷൻസ്. ദെൻ പൊയറ്റിക് ഡിവൈസസ്, മെറ്റഫർ. ഹാപ്പിനെസ് ഈസ് കമ്പയർഡ് ടു സംതിങ് ദാറ്റ് ഓവർഫ്ലോസ് ആൻഡ് സ്പ്രെഡ്സ് എവരിവെയർ. ഹാപ്പിനെസ് ഫ്ലോ ചെയ്യുന്ന ഒന്നായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ദെൻ ഇമേജറി. പോം പേസ് വിത്ത് ഇമേജസ് ഓഫ് ഹാപ്പിനെസ് ഫ്ലോയിങ് ഇൻ ടു എവറിത്തിങ് വി ടച്ച്. നമ്മുടെ ഹാപ്പിനെസ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പലയിടത്തും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ലോഷനും ബാൻഡേജും വെച്ചിട്ട് ഇമോഷണൽ പെയിനെ ചിത്രീകരിക്കുന്നത്. Then contrasting. The poet contrasts sadness which has a clear curse with happiness which is difficult to contain. സാഡ്നെസ്സും ഹാപ്പിനെസ്സും കോൺട്രാസ്റ്റിംഗ് തിങ്സ് ആയിട്ട് പറയുന്നുണ്ട്. സാഡ്നെസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്ലിയർ കേഴ്സ് ഉണ്ട്, ഒരു റീസൺ ഉണ്ട്, അതിന് നമുക്ക് എങ്ങനെയും ഓവർകം ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാം എന്നറിയാം. പക്ഷെ സോ മച്ച് ഹാപ്പിനെസ് വരുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. Then repetition. The phrase so much happiness emphasizes the abundance of joy. So much happiness എന്നുള്ള ആ ഒരു പോയത്തിലെ ലൈൻ്റെ റെപ്പിറ്റേഷന് അത്രയും ജോയ്ഫുൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു ജോയ്ഫുളിന്റെ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന പോലെ അത്രയും സന്തോഷത്തെ കാണിക്കുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഓഫ് ദ പോം. The poem teaches that happiness is not something to keep to ourselves. It becomes more meaningful when we share it with others through kindness, love and compassion. സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല, അത് നമ്മുടെ സ്നേഹത്തിലൂടെയും
അതുപോലെ കൈൻഡ്നെസ്സിലൂടെയും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുമ്പോഴും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ മൂല്യം പ്രകടമാക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, സന്തോഷം കണ്ടെത്തണം. അതുപോലെ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് ഷെയർ ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത്. വാല്യൂസ്, എന്തൊക്കെ വാല്യൂസ് ആണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്? ഷെയറിങ് ഹാപ്പിനെസ്, കൈൻഡ്നെസ് ആൻഡ് ജനറോസിറ്റി, ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് തിങ്കിങ്, ലവ് ആൻഡ് കമ്പാഷൻ. മൊത്തത്തിൽ കൺക്ലൂഷൻ നോക്കുമ്പോൾ സോ മച്ച് ഹാപ്പിനെസ് ഇസ് എൻ ഇൻസ്പയറിംഗ് പോയം ദാറ്റ് റിമൈൻഡ്സ് us that happiness is a powerful force. By sharing our joy with others, we can make the world a brighter and more beautiful place. നമ്മുടെ സന്തോഷം നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് അതിന് യഥാർത്ഥ മൂല്യം ഉണ്ടാകുന്നത് എന്നാണ് പോയത്തിലൂടെ പോയിട്ട് പറയുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫായിട്ട് ഒരു 3 പാരഗ്രാഫിലൂടെ നമ്മൾ അപ്രിസിയേഷൻ എഴുതാൻ പോകണം. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് അപ്രിസിയേഷൻ എഴുതാൻ പോകും. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് സോ മച്ച് ഹാപ്പിനെസ്. ഇതുപോലെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് സോ മച്ച് ഹാപ്പിനെസ് എന്ന ഒരു ടൈറ്റിൽ കൊടുക്കണം. ദെൻ സോ മച്ച് ഹാപ്പിനെസ് ബൈ നവോമി ഷ്യാബ്നൈ, റിട്ടേൺ ബൈ എന്ന് കൊടുക്കാം, ബൈ എന്ന് മാത്രം കൊടുത്താലും കുഴപ്പമില്ല. And it is a beautiful and inspiring poem that celebrates the power of happiness and its ability to transform lives. The central theme of the poem is that true happiness is not meant to be kept to ourselves but should be shared with others. The poet believes that genuine happiness naturally spreads through our words, actions and relationships, bringing joy to everyone around us. എന്താ പറയുന്നത്? ടൈറ്റിൽ ഓഫ് ദ പോയം നമ്മൾ പറഞ്ഞു, അതുപോലെ നെയിം ഓഫ് ദ പോയിറ്റ് പറഞ്ഞു. ദെൻ എങ്ങനെയുള്ള പോയമാണ്? Beautiful and inspiring poem that celebrates the power of happiness and its ability to transform lives. Then അതുപോലെ തന്നെ പോയത്തിലെ തീം എന്താണ്? മെയിൻ തീം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ മാത്രം വെക്കേണ്ട ഒന്നല്ല, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു യഥാർത്ഥ ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. ദെൻ ജെന്യുവൻ ഹാപ്പിനെസ് നാച്ചുറലി സ്പ്രെഡ് ചെയ്യുന്നു നമ്മുടെ വേർഡ്സിലൂടെയും ആക്ഷനിലൂടെയും റിലേഷൻഷിപ്പിലൂടെയും മറ്റുള്ളവർക്കും കൂടെ അതൊരു ജോയ്ഫുൾനെസ് നൽകുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്, ദ പോം ഈസ് റിട്ടൺ ഇൻ 3 വേഴ്സ്. ഇവിടെ നമ്മൾ പോയത്തിന്റെ സ്റ്റൈലും പോയറ്റിക് ലാംഗ്വേജും ടോണൊക്കെയാണ് പറയുന്നത്. പോയം ഈസ് റിട്ടൺ ഇൻ 3 വേഴ്സ് യൂസിങ് സിമ്പിൾ യറ്റ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ദാറ്റ് മേക്സ് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് വൈൽ കൺവേയിങ് preferred ideas. The tone is joyful, reflective, hopeful, and inspiring, creating a positive and uplifting mood. Naomi Shihab effectively uses poetic devices such as metaphor, imagery, contrast, and repetition to highlight the beauty and abundance of happiness. ഇവിടെ ഹാപ്പിനെസിന്റെ ഒരു ബ്യൂട്ടി അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ എടുത്തെടുത്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതിയാലും മതി. മെറ്റഫർ, ഇമേജറി, കോൺട്രാസ്റ്റ് എന്നൊക്കെ എന്തൊക്കെയാണ് എന്ന് മാത്രം എഴുതിയാലും മതി. കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് എടുത്ത് എഴുതാം. Then the last paragraph, the poem conveys the message that happiness becomes more meaningful when it is shared with others through kindness, love, and compassion. Overall, so much happiness is an inspiring poem that encourages readers to appreciate the blessing of life and spread happiness wherever they go. പോയത്തിലെ ആ ഒരു മെസ്സേജ് എന്താണെന്നാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഒരു ഓവറോൾ കൺക്ലൂഷൻ ആയിട്ട് So much happiness is the inspiring poem. Encourage readers to appreciate the blessing of life. നമ്മുടെ ലൈഫിൽ ഓരോ ബ്ലെസ്സിങ്ങും നമ്മൾ എങ്ങനെയാണ് ഹാപ്പിനെസ് കണ്ടെത്തേണ്ടത്, അത് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്നൊക്കെയാണ് പോയത്തിലൂടെ പറയുന്നത്. അത് ഇത് നമുക്കൊരു ഇൻസ്പയറിംഗ് പോയം ആണെന്ന് പറയാം. ഇത്രയാണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം സോ മച്ച് ഹാപ്പിനെസ്. ഇത് ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടില്ല, സിമ്പിൾ ആയിട്ട് പഠിക്കാത്തക്ക ഭാഗത്തിന് എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്കിവിടെ പോയറ്റിക് ഡിവൈസൊക്കെ യൂസ് ചെയ്തത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. എന്ത് മെറ്റഫറാണ് യൂസ് ചെയ്തത്, ഇമേജറി എന്താണ് യൂസ് ചെയ്തതൊക്കെ എഴുതാം. താങ്ക് യു ഫോർ വാച്ചിങ്. If it found useful, stay tuned for next video.